അപ്പൊ എപ്പോഴാണ് അത്ഭുത പ്രകാശത്തിൽ എത്തിച്ചേരുന്നത്? നാം ശരീരം വിട്ട് മാറ്റപ്പെടുമ്പോൾ. അപ്പൊ ശരീരം വിട്ട് മാറ്റപ്പെടുമ്പോഴേ അത്ഭുത പ്രകാശത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അതുവരെയും നമ്മൾ ശരീരത്തിൽ വസിക്കുന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പിൻപിൽ നിന്ന് മറന്ന് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എങ്ങോട്ടാ ഓടുന്നത്? അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ദൈവവചനത്തിനൊത്തവണ്ണം നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ ചിന്തകൾ തിരിച്ചു വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അന്ധകാലത്തിൽ നമ്മളെ വിളിച്ചു, യാഥാർത്ഥ്യമാണ്. പക്ഷെ വിളി കേട്ടവരുണ്ട്, വിളി കേട്ടവരെ കൂടെ ഇറങ്ങിയവരുണ്ട്. വിളി കേട്ടിറങ്ങിയവരുണ്ട്, വിളി കേട്ടിറങ്ങിയവരെ കൂടെ ഇറങ്ങി തിരിച്ചവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണെങ്കിലും വിശ്വസ്തയോടുകൂടി യാത്ര ചെയ്താൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് എത്തിച്ചേരും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ആരാധനകൾ, ഉപവാസ പ്രാർത്ഥനകൾ, കൺവെൻഷൻ യോഗങ്ങൾ, ഇതെല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നത്. നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണോ തീയതാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. കേവലം ഈ ലോകത്തിലെ ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അല്ല. പ്രത്യേകിച്ചും കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നതും കൂട്ടായ്മയിൽ വന്നിരിക്കുവാൻ അവസരം തരുന്നതും, കൂട്ടായ്മ കൺവെൻഷൻ യോഗത്തിൽ മാത്രമല്ല, സഭാരാധനയ്ക്കായാലും ഉപവാസ പ്രാർത്ഥനയ്ക്കായാലും പ്രത്യേക ഭവന മീറ്റിങ്ങുകളിലായാലും എവിടെയായാലും വന്നിരിക്കാൻ അവസരം കിട്ടുന്നതും അവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നതും നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണോ തീയതാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതിൻ്റെ ആമുഖമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ കൺവെൻഷൻ യോഗങ്ങളിൽ കൂടി വെളിപ്പെടുന്ന തിരുവെഴുത്തുകൾക്കൊത്തവണ്ണം നമ്മുടെ ചിന്തകളെ ഒന്ന് ക്രമീകരിക്കുവാൻ, കൂട്ടായ്മകളിൽ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ കാരണമായി തീരുവണ്ടക്കവണ്ണം ദൈവം ഒരുക്കുന്ന വിലയേറിയ വചനങ്ങളെ ഓർത്ത് കരങ്ങളെ യോഗ്യ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവസത്തിൽ നമ്മൾ വായിപ്പാനിടയായല്ലോ. വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം വായിച്ചു തുടങ്ങി. നിങ്ങളുടെ വായിലെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായി വരുന്നത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഒപ്പം 15-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിലേക്ക് തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും നമ്മൾ വന്ന് നിൽക്കുവാനും 2-ാം ദിവസം ഈ 15-ാം സങ്കീർത്തനം 5-ാം വാക്യം മുതൽ ആമേൻ സ്തോത്രം വായിച്ചു തുടങ്ങുവാനിടയായി. വായിക്കാം. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകയില്ല. ഇങ്ങനെയുള്ളവൻ ഒരു നാളും കുലുങ്ങി പോകയില്ല. പ്രൈസ് ദി ലോർഡ് എന്ന് തുടങ്ങി 119-ാം സങ്കീർത്തനം 73-ാമത്തെ വാക്യത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് പരദേശികളായി പാർക്കുന്ന വീടുകളിലേക്ക് പോയത്. ആ വാക്യം അതിനോട് ചേർത്ത് വായിക്കാം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണം. അങ്ങയുടെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണമേ. ചേർത്ത് വായിക്കാം ഒന്നുകൂടെ. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണം. അങ്ങയുടെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണമേ. ഇത് പ്രാർത്ഥനയാണ്. നമുക്കും ഇതൊരു പ്രാർത്ഥനയായി മാറണം. പ്രൈസ് ദി ലോർഡ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ബുദ്ധിയല്ല അവിടെ ചോദിക്കുന്നത്. ലോകത്തിൽ ഏതെങ്കിലും തൊഴിൽ പഠിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയല്ല ചോദിക്കുന്നത്. പണം സമ്പാദിക്കേണ്ട ബുദ്ധിയല്ല ചോദിക്കുന്നത്. മറ്റു ഒന്നുമല്ല ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങളെ പഠിക്കുവാനുള്ള ബുദ്ധി തരണമെന്ന് ദൈവഭക്തന്മാർ ദൈവത്തോട് ചോദിക്കുക. ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയും
ദൈവവചനം പഠിക്കാനുള്ള ബുദ്ധിക്ക് വേണ്ടിയായിരിക്കട്ടെ. അതിനായി നമുക്കെല്ലാവർക്കും കണ്ണീരടയ്ക്കാം. ഹൃദയ കണ്ണികൾ തുറക്കപ്പെടുവാൻ, ജ്ഞാന കണ്ണികൾ തുറക്കപ്പെടുവാൻ, പരിജ്ഞാന കണ്ണികൾ തുറക്കപ്പെടുവാൻ, വിവേക കണ്ണികൾ തുറക്കപ്പെടുവാൻ, മകതിരിവിൻ്റെ കണ്ണികൾ തുറക്കപ്പെടുവാൻ, പ്രൈസ് ദി ലോർഡ്, മനക്കണ്ണികൾ തുറക്കപ്പെടുവാൻ നമുക്കെല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കാൻ കഴിയുമെന്നുള്ളവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ശോധന ചെയ്ത് പ്രാർത്ഥിക്കാം. താഴ്ത്തുന്നവർക്ക് കൃപ നൽകുന്ന ദൈവം. മോശ എന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മ ധരിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പൗലോസ് എന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണത് കൊണ്ട് എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ താഴുകയാണോ? ദൈവഭക്തന്മാരുടെ മുമ്പിൽ താഴുകയാണോ? അതോ ഈ ലോകത്തിന് മുമ്പിൽ താഴുന്നതാണോ? നമ്മെ ശോധന ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കത്തക്കവണ്ണം ബുദ്ധിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ അധികം നല്ലതാണ് ആമേൻ ദൈവവചനങ്ങളെ പഠിക്കേണ്ടതായ ബുദ്ധിക്കായി പ്രാർത്ഥിക്കുന്നത്. അധികം നല്ലതിന്, സ്വർഗീയമായതിന് ദൈവഭക്തന്മാർ കാംക്ഷിച്ചിരുന്നത് പോലെ നമ്മുടെ വായിലെ വാക്കും പ്രാർത്ഥനാ വാചകങ്ങളും ദൈവത്തിന് പ്രസാദകരമായി ശേഷിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വായിലും തുറക്കട്ടെ. ശബ്ദം അവരവർക്കുള്ള ശബ്ദത്തിനൊത്തവണ്ണം ബുദ്ധിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. വായിച്ച് കേൾക്കുന്ന വായിക്കുന്ന വചനങ്ങൾ പഠിക്കുവാൻ മനുഷ്യ ജ്ഞാനത്തിലല്ല ദൈവിക ജ്ഞാനത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം ഉയരത്തിലെ ബുദ്ധി എനിക്ക് നൽകണമെന്ന് നാം പ്രാർത്ഥിക്കുന്നു എന്ന് വരികിൽ ആമേൻ അതിന് വിരോധമായി നമ്മുടെ മനസ്സിനെ കുരുടാക്കുന്ന, ആമേൻ നമ്മുടെ ബുദ്ധിയെ കെട്ടുന്ന, നമ്മുടെ ബുദ്ധി മണ്ഡലങ്ങളിൽ അധികാരം നടത്താൻ ഇച്ഛിക്കുന്ന സകല വൈശാരിക തന്ത്രങ്ങളും സകല പോരാട്ട ശക്തികളും സകല അന്യായ ബന്ധനങ്ങളും ആമേൻ അഴിയുവാൻ തക്കവണ്ണം ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ നാമം നിമിത്തം, അങ്ങയുടെ നാമത്തെ അറിയുവാൻ, അങ്ങയുടെ നാമം നിമിത്തം അങ്ങയുടെ വചനങ്ങളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി തരണമെന്ന് ഭക്തന്മാരെ പ്രാർത്ഥിച്ചതിന്റെ പുറകിൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ അവരുടെ ബുദ്ധിയെ തുറന്നു കൊടുത്തത് പോലെ അടിയന്റെ ജീവിതത്തിലും അടിയന്റെ ബുദ്ധി മണ്ഡലം തുറക്കപ്പെടുവാൻ, അടിയന്റെ ബുദ്ധി തുറക്കപ്പെടുവാൻ എന്തിനു വേണ്ടി അങ്ങയുടെ വചനങ്ങളെ പഠിക്കുവാൻ, അങ്ങയുടെ വചനങ്ങളെ ഗ്രഹിക്കുവാൻ, അങ്ങയുടെ വചനങ്ങളെ തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. അവ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലോകത്തിൽ ആരും സഹായിപ്പാനില്ല എങ്കിലും നമ്മെ സഹായിക്കുന്ന സഹായകനായി അവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥനായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമ്മുടെ ഇടയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ദൈവവചനം വായിപ്പിച്ചുകൊണ്ട് ദൈവവചനം ചിന്തിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ പരിവർത്തനം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന അവ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാ മുഖാന്തരം തിരുവചനങ്ങളെ പഠിച്ചുണരുവാൻ, തിരുവചനങ്ങളെ ഗ്രഹിച്ചുണരുവാൻ, തിരുവചനങ്ങളെ പഠിക്കേണ്ടത് പോലെ പഠിക്കുവാനൊക്കെതായ ബുദ്ധി തുറക്കപ്പെടുവാനായി എല്ലാവർക്കും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ ബുദ്ധിമാന്മാർ പലരും വീഴുമ്പോൾ ആമേൻ ദൈവിക ബുദ്ധി പ്രാപിച്ചവർ അവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. അപ്രകാരം ആത്മനിയോഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ, നമ്മുടെ ഹൃദയം തിരിയുവാൻ, നമ്മുടെ മനസ്സ് തിരിയുവാൻ എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം. അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മനിറവോടുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാം. അന്യ ഭാഷയോടെ പ്രാർത്ഥിക്കാം. അന്യ വരങ്ങൾക്കായി പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിന്റെ ആമേൻ അധികാരമുള്ള നാമത്തിൽ ആത്മാവിന്റെ ശക്തിയുടെ സാന്നിധ്യം ഇന്ന് ഈ സമയത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കപ്പെടുവാൻ, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ പ്രകാശിക്കപ്പെട്ട് അടയ്ക്കപ്പെട്ട ആമേൻ ബന്ധിക്കപ്പെട്ട
ബുദ്ധിമണ്ഡലങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഓപ്പണായി വരുവാൻ, തുറക്കപ്പെടുവാൻ. യേശുവേ ദുഃഖാരമം ശബ്ദരാല ഘടകരഗസ് നിൽക്കണം തരം തരാതര ശബ്ദരാതരക്കര ഈശ്വരോ യുഗസ്കാരം പ്രവക്ഷരാതര പ്രൗഢി സുരന്തരാല ഗണിതരം തരവൽ കടത്തുടാരക ശബ്ദര. അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശബ്ദം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും വെളിപ്പെടുവാനും ആ ശബ്ദത്തിൽ ബുദ്ധിമണ്ഡലങ്ങളെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടുവാനും അടയപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടുവാനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുവാനുമായി അൻപുള്ള ആണ്ടവരെ തിരുനാമത്തിൽ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മാറ്റമില്ലാത്ത വചനത്തിന് സാന്നിധ്യം ഓരോ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ഓരോ ഉള്ളിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ഹൃദയമെന്ന മാംസം പലകയിൽ അത് എഴുതപ്പെടുവാൻ, അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ രാപ്പകൽ ധ്യാനമായി മാറുവാൻ, ഇടവിടാതെ പ്രാർത്ഥനയായി മാറുവാൻ, സുബോധമുള്ളവരായി മാറുവാൻ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി മുഖാന്തരം സാത്താന്റെ പ്രവൃത്തികൾ ഉന്മൂലനാശമായി മാറുവാൻ തിരുനാമത്തിൽ സമർപ്പിക്കുന്നു. സകല ബഹുമാനവും അകത്തും അങ്ങനെ എടുത്തുകൊണ്ട് വെളിപ്പെടേണ്ട വചനങ്ങൾ വെളിപ്പെടുത്തി ഓരോ ഉള്ളിലാക്കി ഓരോ ഹൃദയങ്ങളിൽ അതിനെ എഴുതുകൊണ്ടൊക്കെ സമർപ്പണം ചെയ്തുകൊണ്ട് അടിനെയും താഴ്ത്തി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ 73-ാമത്തെ വാക്യം ചേർത്ത് വായിക്കാം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. ആമേൻ. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. അങ്ങയുടെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണമേ. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയത്? നമ്മൾ അറിയുന്നു ദൈവത്തെ ആരാധിപ്പാനാണ്. ഓക്കെ. പക്ഷെ മൂഢന്റെ ആരാധന ദൈവം പ്രസാദിക്കുമോ? സഭാപ്രസംഗിയിൽ പറയുന്ന മൂഢൻ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കട്ടെ. അപ്പൊ അടുത്ത് ചെന്ന് കേൾക്കുമ്പോൾ അത് ഗ്രഹിക്കണമെങ്കിൽ ബുദ്ധി വേണം. അതുകൊണ്ടാണ് ദൈവഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത് ബുദ്ധി തരണം. എന്തിനാ? ദൈവത്തിന്റെ കൽപ്പനകളെ പഠിക്കും. ദൈവത്തിന്റെ കൽപ്പന എന്തെന്ന് അറിയാതെ ദൈവത്തിന്റെ ആരാധന കഴിച്ചാൽ അത് ദൈവം പ്രസാദിക്കുമോ? ദൈവത്തിന്റെ ആരാധന കഴിക്കാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് അതിനോട് ഞാൻ നിരോധിക്കുന്നില്ല. പക്ഷേ ആരാധന കഴിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദകരമാകണമെങ്കിൽ ദൈവം പഠിപ്പിക്കുന്ന ബുദ്ധിക്കൊത്തവണ്ണം ആരാധന കഴിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധന എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും സാധാരണ പറയുന്നത് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ അത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഗ്രഹിക്കുമ്പോൾ ദൈവിക ജ്ഞാനത്വത്തവണ്ണം നമ്മളൊന്ന് വിനയപ്പെടുത്തിയാൽ റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യം കൂടെ വായിച്ച് തിരിച്ചു വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. അവന് ആരാധനയ്ക്ക് എന്ത് വേണം? ബുദ്ധി വേണം. അപ്പൊ എന്തിനു വേണ്ടിയാണ് ബുദ്ധി? ആരാധനയ്ക്ക് യോഗ്യമായ അറിവ് പ്രാപിക്കാൻ. അറിവ് എവിടെയാണ് ശേഖരിച്ചിരിക്കുന്നത്? ദൈവവചനത്തിലാണ്. അപ്പൊ ദൈവവചനം പഠിക്കാൻ എന്ത് വേണം? ബുദ്ധി വേണം. സ്തോത്രം. അപ്പൊ 73-ാം വാക്യത്തിലേക്ക് ഒന്ന് തിരിച്ചു വന്ന് നമുക്ക് ചിന്തിക്കാം. 119-ാം സങ്കീർത്തനം 73-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണം. ഒരു എന്ത് ശ്രദ്ധയേറിയ പ്രാർത്ഥനയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്ന പ്രാർത്ഥന വാക്കാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താത്ത പ്രാർത്ഥന വാക്കാണ്.
ഇത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമായി വരണം. ഭക്തന്മാരുടെ പ്രാർത്ഥനാ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകാ പ്രാർത്ഥനാ വാക്കായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കണമെങ്കിൽ ബുദ്ധിയില്ലാത്ത ദൈവത്തിന് മഹത്വം കൊടുത്താൽ ദൈവം അംഗീകരിക്കില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മഹത്വപ്പെടുത്താൽ ദൈവം അംഗീകരിക്കില്ല. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകത്തിൽ തന്നെ നോക്കിയാലും ഒരു വിശേഷമായ ഒരാളോട് ഇടപെടണമെങ്കിൽ പ്രത്യേക ബുദ്ധി വേണം. അമ്മയോട് മക്കൾ ഇടപെടണമെങ്കിൽ അതിനൊരു പ്രത്യേക ബുദ്ധി വേണം. അപ്പനോട് മക്കൾ ഇടപെടണമെങ്കിൽ അതിന് പ്രത്യേക ബുദ്ധി വേണം. എന്നാൽ ശ്രദ്ധിക്കാറില്ല, ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ഭർത്താവിനോട് ഭാര്യ ഇടപെടുന്നതും അതിനൊരു പ്രത്യേക ബുദ്ധി വേണം. വേണ്ടേ? ഭാര്യയോട് ഭർത്താവിന് ഇടപെടാനും അതിനൊരു പ്രത്യേക ബുദ്ധി വേണം. പ്രൈസ് ദി ലോർഡ്. അത് താന്തോന്നിയ ബുദ്ധിയല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇടപെടേണ്ട ബുദ്ധികളെല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബുദ്ധി ഭാര്യയുടെ ജീവിതത്തിൽ പ്രാപിക്കണം, ഭർത്താവിന്റെ ജീവിതത്തിൽ പ്രാപിക്കണം, മക്കളുടെ ജീവിതത്തിൽ പ്രാപിക്കണം. അത് പ്രാപിച്ചെടുത്തില്ലെങ്കിൽ ഇടപെടലുകളെല്ലാം അലങ്കോലമായി മാറും. ഇടപെടലുകളെല്ലാം അലങ്കോലമായി മാറും. സംസാരങ്ങളെല്ലാം അലങ്കോലമായി മാറും. അങ്ങനെ അനേക കുടുംബങ്ങളിൽ ആമേസ്തോത്ര അലങ്കോലാവസ്ഥ കാണുന്നു. അത് എത്ര പ്രാർത്ഥിച്ചാലും മാറില്ല. പ്രാർത്ഥിക്കാം, പക്ഷെ മാറില്ല. കാരണം എന്താണ്? ബുദ്ധി അവിടെ വ്യാപരിച്ചാലേ മാറത്തുള്ളൂ. പ്രാർത്ഥിച്ചാൽ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഓരോരുത്തരോട് ഇടപെടുവണ്ടൊക്കെവണ്ണം തിരുവചനത്തിലെ ആമേസ്തോത്ര സത്യങ്ങളെ ഗ്രഹിച്ചറിയുവാൻ, അല്ലെങ്കിൽ തിരുവചനത്തിലെ സംസ്കാരം തിരിച്ചറിയുവണ്ടൊക്കെവണ്ണമുള്ള ബുദ്ധിക്കായി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയില്ലാതെയാണ് ദൈവജനം എന്ത് ചെയ്യുന്നത്? നശിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ദൈവഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന്റെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണം. അപ്പോൾ ആ കൽപ്പനകൾ നമ്മൾ പഠിച്ചാല് ദൈവത്തിന്റെ ആരാധന കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രസാദം പ്രാപിക്കാൻ കഴിയും. അത് റോമലേഖനത്തിലേക്ക് വരുമ്പോൾ, സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച്, സ്തോത്രം, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച്, നമ്മള് അത് ആ വാക്യം തന്നെ ഒന്ന് ആ പോയിന്റ് തന്നെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മുടെ അറിവില്ലായ്മയിൽ നമ്മൾ എത്രയോ പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ മനസ്സലിയണമെന്ന്. ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറയേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. പക്ഷെ ഈ വചനം എന്നെ മാനസാന്തരപ്പെടുത്തി. ഈ വചനം എന്ത് ചെയ്തു? ദൈവമേ മനസ്സലിയണമേ എന്നുള്ള വാക്കിൽ നിന്ന് എന്നെ മാനസാന്തരപ്പെടുത്തി. എന്റെ മനസ്സിനെ തിരിച്ചു. അലിയേണ്ടത് ദൈവത്തിന്റെ മനസ്സല്ല, അലിയേണ്ടത് എന്റെ മനസ്സാ. അലിയേണ്ട ദൈവത്തിന്റെ മനസ്സല്ല, എന്റെ മനസ്സാ. ദൈവത്തിന്റെ മനസ്സ് ആദ്യം മുതൽ ഒടുക്കം വരെ അലിവുള്ള മനസ്സാ. ദൈവത്തിന്റെ മനസ്സ് കഠിനമൊന്നുമല്ല. ദൈവത്തിന്റെ മനസ്സിൽ നമ്മൾ അലിക്കാൻ നിൽക്കുകയും വേണ്ട. ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയും വേണ്ട. ദൈവം പറയുന്ന ബുദ്ധി നമ്മൾ സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിന്റെ ഇടയിൽ സഭാ സംഘടന വ്യത്യാസമില്ലാതെ ആരുടെ ജീവിതത്തിലായാലും ദൈവത്തോട് മനസ്സലിയണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ റോമലേഖനം 12-ലെ 1-ാം വാക്യപ്രകാരം മാനസാന്തരം വരണം. മാനസാന്തരം വരണം. ദൈവത്തിന്റെ മനസ്സല്ല അലിയാനുള്ളത്. ദൈവത്തിന്റെ മനസ്സ് ഓൾറെഡി അലിവുള്ള തന്നെയാണ്. മനുഷ്യന്റെ മനസ്സലിയണം. മനുഷ്യന്റെ മനസ്സ് കഠിനമാണ്. മനുഷ്യന്റെ മനസ്സ് കഠിന മനസ്സാണ്. മനുഷ്യന്റെ മനസ്സ് തന്നെ അലിയണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എന്റെ മനസ്സലിയണം, ദൈവമേ എന്റെ മനസ്സലിയണം. അലിയുന്ന ദൈവത്തിന്റെ മനസ്സിനോട് അലിയാത്ത എന്റെ മനസ്സ് ചേരുമോ? ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാത്തതുപോലെ അലിയുന്ന ദൈവത്തിന്റെ മനസ്സിനോട് അലിയാത്ത എന്റെ മനസ്സ് എന്ത് ചെയ്യില്ല? ചേരുകയില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സ് അലിയാൻ വേണ്ടിയാണ് കൂട്ടായ്മകൾ ദൈവം ക്രമീകരിക്കാൻ അനുവദിക്കുന്നത്. സഭാ ഹാളിലായാലും പൊതുവിലായാലും എവിടെയായാലും ആരാധനകളിൽ കൂടി വരുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കുന്നതും അതിന് തന്നിട്ടുള്ളതും നമ്മുടെ മനസ്സലിയേണ്ട വചനങ്ങളെ കേൾക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം അതിനോട് ചേർത്ത് വായിച്ചു മടങ്ങി വരാം. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം
മറക്കരുത്. ഇന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. മറക്കാൻ സാധ്യതയുണ്ട്. ദൈവം മറക്കില്ല. ദൈവം ഒരു കാര്യവും മറക്കില്ല. എൻ്റെ ജന്മം മുതൽ എൻ്റെ വേർപാട് വരെയുള്ള ഒരു കാര്യവും ദൈവം മറക്കില്ല. പക്ഷെ ഞാൻ മറക്കും. ദൈവം എല്ലാം ഓർത്തു വയ്ക്കും. പക്ഷെ ഞാൻ ഓർത്തു വയ്ക്കില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ കുറിച്ച് ഓർക്കുന്നത് പോലെ ഞാൻ എന്നെ കുറിച്ച് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഓർക്കുവാൻ തക്കവണ്ണം ഓർമ്മ ശക്തിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ പറയുന്നത് വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിലുണ്ടായ കാര്യം നീ മറക്കരുത്. അന്ന് യഹോവ എന്നോട് ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക. ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാ ദൈവജനത്തെ വിളിച്ചു കൂട്ടാൻ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം കേൾപ്പിക്കാൻ വേണ്ടിയാ. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ബുദ്ധിമണ്ഡലം തുറക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരെ ബുദ്ധിമണ്ഡലം തുറക്കപ്പെടുകയാണ്. അതിന് ഉദാഹരണമായി പറഞ്ഞാൽ, ദൈവവചനം വായിച്ചും ദൈവവചനം കേട്ടും വന്നപ്പോഴല്ലേ സ്നാനപ്പെടണമെന്നല്ല ബുദ്ധി തുറന്നത്? ഇല്ലെങ്കിൽ തുറക്കുമായിരുന്നോ? നമുക്കൊരു സമയത്ത് തുറക്കപ്പെടാതിരുന്നില്ലേ? ഒരു സമയത്ത് ഇന്ന് അനേകർക്ക് തുറക്കപ്പെടാതിരിക്കുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ വചനം വായിച്ചും യോഗങ്ങളിൽ പങ്കെടുത്ത് വചനം കേട്ടും വന്നപ്പോഴാണ് ആ ബുദ്ധി തുറന്നത്, അല്ലേ? മാനസാന്തരപ്പെടണമെന്നുള്ള ബുദ്ധി തുറന്നത് എപ്പോഴാ? വചനം വായിച്ചും യോഗങ്ങളിൽ പങ്കെടുത്ത് വന്നപ്പോഴാ. അപ്പൊ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ബാക്കി ഭാഗങ്ങൾ പൂരിപ്പിക്കപ്പെടേണ്ടതും വചന വായനയിൽ കൂടിയും കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിൽ കൂടിയാണ്. അത് ദൈവജനത്തെ പഠിപ്പിക്കുവാൻ ശുശ്രൂഷകരെ ദൈവം അഭിഷേകം ചെയ്യുന്നു, അഭിഷേകം ചെയ്തിരിക്കുന്നു, ഇനി അഭിഷേകം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മനസ്സ് വയ്ക്കുന്നതെങ്കിൽ അഭിഷേകം വ്യാപരിക്കും. ഹല്ലേലൂയ. അതാണ് അവിടെ പറയുന്നത്. എന്റെ ജനത്തെ വിളിച്ചു കൂട്ടണം. എന്തിനു വേണ്ടി? എന്റെ വചനങ്ങളെ അവരെ കേൾപ്പിക്കണം. വചനം ഒരു ദിവസം കൊണ്ട് കേൾപ്പിച്ച് തീരില്ല, 9 ദിവസം കൊണ്ട് കേൾപ്പിച്ച് തീരില്ല, 1 വർഷം കൊണ്ട് കേൾപ്പിച്ച് തീരില്ല. പ്രൈസ് ദി ലോർഡ്. അനേകർ പറഞ്ഞു കേട്ടിട്ടില്ലേ? ദൈവത്തിന്റെ വചനം എന്ന് പറയുന്ന ആഴക്കടല് പോലെയാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മാനസാന്തരവും ആഴക്കടല് പോലെയാ. 1 ദിവസം കൊണ്ട് മാനസാന്തരപ്പെട്ട് തീരില്ല, 9 ദിവസം കൊണ്ട് മാനസാന്തരപ്പെട്ട് തീരില്ല. നമ്മുടെ ഒരു ആയുസ് കൊണ്ട് മാനസാന്തരത്തെ പൂർത്തീകരിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മുടെ ജീവപര്യന്തം അവസാന ശ്വാസം വരെയും മാനസാന്തരം എന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസ്തനാണെങ്കിൽ പൂരിപ്പിക്കപ്പെടാത്ത ബാക്കി ഭാഗം ക്രിസ്തുവിൽ പരിഹരിക്കപ്പെടും. ഹല്ലേലൂയ. ഇതൊക്കെ കേൾക്കണമെങ്കിൽ ഒരുമിച്ച് കൂടണം. ഒരുമിച്ച് ജനത്തെ വിളിച്ചു കൂട്ടണം. ഒരുമിച്ച് ജനത്തെ വിളിച്ചു കൂട്ടുവാൻ ഓരോരുത്തരും മനസ്സ് വയ്ക്കണം. വിളിച്ചു കൂട്ടുവാൻ മനസ്സ് വയ്ക്കുന്നവർക്കെല്ലാം ബുദ്ധികൾ തുറക്കപ്പെടുവാൻ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വിളിച്ചു കൂട്ടുന്ന അനേകിടങ്ങളില്, കൂടി വരുന്ന അനേകിടങ്ങളില് ഈ വചനം സംബന്ധമായ ബുദ്ധി തുറക്കപ്പെടാൻ വേണ്ടി ആഗ്രഹമല്ല കൂടുതലായിട്ടുള്ളത്. രോഗസൗഖ്യം, അങ്ങനെ കാഴ്ചപ്രകാരമുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങളെ കുറിച്ചാണ് അനേകർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം അതല്ല. ജനം വിളിച്ച് കൂട്ടപ്പെടുന്നത്, ജനത്തെ വിളിച്ചു കൂട്ടുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ കൂടി വരുന്ന ജനവും എന്തറിയണം? ദൈവത്തിന്റെ വചനം അറിയണം. ദൈവത്തിന്റെ വചനം അറിയണമെങ്കിൽ ബുദ്ധി തുറക്കപ്പെടണം. ബുദ്ധി തുറക്കപ്പെടുകയും ദൈവത്തിന്റെ വചനം അറിയേണ്ട പോലെ അറിയുകയും ചെയ്താൽ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ സമർപ്പിക്കാൻ കഴിയൂ. ദൈവത്തോട് മനസ്സറിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ബുദ്ധി തുറക്കപ്പെടില്ല. നമ്മുടെ ബുദ്ധി വീണ്ടും ബന്ധിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. മനഃപ്പാഠമാക്കിയ മനുഷ്യവചനം കേൾപ്പിക്കുന്നല്ല, ലോക സംഭവങ്ങളെ കേൾപ്പിക്കുന്നല്ല, രാജ്യങ്ങൾ നടക്കുന്ന യുദ്ധ ശ്രുതികളെ കേൾപ്പിക്കുമെന്നല്ല. എന്റെ വചനം ഞാൻ അവരെ കേൾപ്പിക്കും. എന്റെ വചനം എങ്ങനെയുള്ളതാ? എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനം തീ പോലെ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും
ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾപ്പിക്കപ്പെടുന്ന വചനം എങ്ങനെയുള്ളത്? ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും. പ്രാണനെയും ആത്മാവിനെയും. അനന്തരഫലം സംഭവിക്കുന്നത് നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപെടുവിക്കും എന്ന് പറഞ്ഞാൽ ആത്മാവിലും പ്രാണനിലും സന്ധി മജ്ജകളിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സകല പാപക്കറകളെയും വേർപെടുത്തുന്നതുവരെ തുളച്ചു ചെല്ലുന്നത്. എന്തിനാ തുളച്ചു ചെല്ലുന്നത്? പ്രാണനിൽ ആത്മാവിൽ സന്ധി മജ്ജകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അത് കറകൾ, പാപക്കറകള് വേർപെടുത്തുന്നത് വരെ. സ്തോത്രം. എവിടെയെല്ലാം കറകറി പറ്റിയിരിക്കും? നല്ല വൃക്ഷമാണ്, ഫലവൃക്ഷമാണ്, ഫലം തരുന്ന വൃക്ഷമാണ്. പക്ഷെ ഇത്തിള് പിടിച്ചാലോ ആ വൃക്ഷം കൊണ്ട് എന്താണ് ഫലം? അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ നല്ലതാണ്, പക്ഷേ മനുഷ്യന്റെ പ്രാണനിൽ, മനുഷ്യന്റെ ആത്മാവിൽ, മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളിൽ, മനുഷ്യന്റെ സന്ധി മജ്ജകളിൽ പാപത്തിന്റെ കറ പറ്റി പിടിച്ചാലോ? ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് മാത്രമല്ല, എന്നെ കുറിച്ച് മാത്രമല്ല, ഈ ദേശനിവാസികളെ കുറിച്ച്, ഒപ്പം ഭൂലോകത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള സകല ജനത്തെ കുറിച്ചുമാണ് ദൈവത്തിന്റെ ആലോചന. ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുകയാണ്, ദ്വീപുകളിലേക്ക് എത്തുകയാണ്. ദൈവത്തിന്റെ വചനം ഭൂമിയുടെ അറ്റത്തോളം എത്തിച്ചേരുകയാണ്. ഹല്ലേലൂയ. നിസ്സാരമല്ല. ഇവിടെ വായിക്കുന്ന വചനത്തിന്റെ ശക്തിയുടെ സാന്നിധ്യം, വെളിച്ചം, അത് ഭൂമിയുടെ അങ്ങോളം ഇങ്ങോളം ചുറ്റിമിന്നുകയാണ്. അല്ലെങ്കിൽ മിന്നൽ പിണര് പോലെ വചനത്തിനായി വിശന്ന് ദാഹിക്കുന്നവരുടെ ഈ ഇവിടെ വായിക്കുന്ന വചനങ്ങൾ ദർശനമായി വ്യാപരിക്കപ്പെടുകയാണ്. അവർക്ക് അന്യഭാഷയായി അവർക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. അവിടെ വായിക്കുന്ന വചനത്തിന്റെ പ്രകാശനം നമ്മുടെ ജീവിതത്തിൽ അന്യഭാഷയായി വെളിപ്പെട്ട് കിട്ടണം, വെളിപ്പാടായി വെളിപ്പെട്ട് കിട്ടണം. അങ്ങനെ അവർക്കും നമുക്കും തമ്മിൽ ഒരു വലിയൊരു ദൈവിക ബന്ധമുണ്ടായി മാറണം. അതിനുവേണ്ടി ദൈവത്തിന്റെ വചനത്തെ തന്റെ ജനത്തെ കേൾപ്പിക്കുന്നത്. അതിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. അപ്പൊ വചനം കേൾക്കുമ്പോൾ നമ്മൾ ആരായി മാറും? വചനം കേൾക്കുമ്പോൾ നമ്മൾ അക്ഷരായി പുനരുത്ഥാനമുള്ളവരായി മാറും. എന്ന് പറഞ്ഞാൽ ജഡാഭിലാഷത്തിൽ അമർന്നിരുന്ന നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ജഡാഭിലാഷത്തെ ഇല്ലായ്മയാക്കിക്കൊണ്ട് നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ പുനരുത്ഥാനം പ്രാപിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തെക്കുറിച്ച്, ഈ സമൂഹത്തെക്കുറിച്ച്, നമ്മുടെ വീട്ടിലുള്ളവരെ കുറിച്ച്, നമ്മുടെ ദാരിദ്ര്യത്തെക്കുറിച്ച്, നമ്മുടെ സമ്പത്തിനെ കുറിച്ച്, നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച്, നമ്മുടെ വരവിനെ കുറിച്ചൊക്കെ ചിന്ത വരുമ്പോൾ നമ്മൾ ആത്മീയ മരണത്തിന്റെ അടിമത്വത്തിലാകുകയാണ്. അവിടുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഈ ആത്മീക മരണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മുടെ ചിന്തകൾ പുനരുത്ഥാനം പ്രാപിക്കുകയാണ്. നമ്മുടെ ചിന്തകൾ പുനരുത്ഥാനമായി മാറുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ നമ്മുടെ ചിന്തയിൽ പുനരുത്ഥാനം പ്രാപിച്ചെങ്കിൽ മാത്രമേ കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെ നമുക്ക് പുനരുത്ഥാനം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ വചനം ഇവിടെ ഇടപെടുന്നത്. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ വചനം കേൾപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നമ്മൾ കടമപ്പെട്ടിരിക്കുന്നത്. അതിന് എബ്രായ ലേഖനത്തിൽ ഊന്നി പറയുന്നത് ദൈവത്തിന്റെ വചനം ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? തുളച്ചു കയറണം. അതിന് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചപ്പോൾ അവിടെ കൂടിയ ജനത്തിൽ എന്ത് ചെയ്തു? ആ വചനം തുളച്ചു കയറി. അവർക്ക് കുത്തുകൊണ്ടു. അവർ ഹൃദയം കഠിനപ്പെട്ട് തിരിച്ചു പോയില്ല. അവർ മനം തിരിഞ്ഞ് മടങ്ങിയോന്ന് ചോദിക്കുക, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ രക്ഷിക്കപ്പെടും, എന്ത് ചെയ്യണം?
പ്രൈസ് ദി ലോർഡ്. രോഗശാന്തിയെ കുറിച്ച് പ്രസംഗിച്ചപ്പോഴാണ് അവിടെ മടങ്ങി വന്നത്? അത്ഭുതം പ്രസംഗിച്ചപ്പോഴാണോ അടുത്ത് അവർ മടങ്ങി വന്നത്? വീര്യപ്രവൃത്തികളെ കുറിച്ച് പ്രസംഗിച്ചപ്പോഴാണോ അവർ മടങ്ങി വന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേട്ടുള്ള ഗുണമെന്ന് പറയുന്നത്, ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന കാര്യത്തിൽ അനേകർ ദൂരസ്ഥരായി നിൽക്കുക. വളരെ ചുരുക്കം പേരാണ് സമീപസ്ഥരായി മാറുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളിൽ നമ്മളാകട്ടെ, മറ്റുള്ളവരാകട്ടെ, ദേശനിവാസികളാകട്ടെ, ആരാകട്ടെ, ആരും ദൈവത്തിന്റെ വചനം വായിക്കുന്ന കാര്യത്തിൽ, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന കാര്യത്തിൽ ദൂരസ്ഥരായി മാറരുത്. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന കാര്യത്തിൽ സഭ നോക്കരുത്, സംഘടന നോക്കരുത്, ജാതി നോക്കരുത്, മതം നോക്കരുത്. കാരണം ദൈവത്തിന്റെ വചനം സകലർക്കുമുള്ള വചനമാണ്. ഹല്ലേലൂയ. ഒരു സംഘടനയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല ദൈവത്തിന്റെ വചനം. ഒരു സംഘടനയുടെ കുത്തകയല്ല ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം സകല മനുഷ്യർക്കുമുള്ളതാ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടുന്ന ഇടത്ത് സകല സഭയിലുള്ളവര്, സകല പള്ളികളിലുള്ളവര് ഒത്തൊരുമയോടെ പോയി ദൈവത്തിന്റെ വചനം കേട്ട് ബുദ്ധിമണ്ഡലം തുറന്നു പ്രാപിക്കണം. ബുദ്ധി തുറക്കപ്പെടണം. ഹല്ലേലൂയ. അതിന് മനുഷ്യ ജീവിതത്തിൽ ആഗ്രഹമുണ്ടാകണം. ആഗ്രഹത്തെ തടസ്സം ചെയ്യുന്ന സകല പാരമ്പര്യ പൈശാചിക ശക്തികളെയും, പാരമ്പര്യമായ സകല പിശാചി ബന്ധിച്ച ബന്ധനങ്ങളെയും പൊട്ടിക്കുന്ന, അറുത്തുകായുന്ന, ഉന്മൂലനാശം വരുത്തുന്ന ദൈവത്തിന്റെ വചനം ഇവിടെ പുറപ്പെടട്ടെ, ഇവിടെ വെളിപ്പെടട്ടെ, ഇവിടെ സ്പ്രെഡ് ചെയ്യപ്പെടട്ടെ, മിന്നൽ പോലെ ചുറ്റി മിന്നട്ടെ. യേശു ക്രിസ്തുവിന്റെ ആമേൻ അധികാരമുള്ള നാമത്തില് ജീവാർത്ഥമായ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കപ്പെടുവാനായി. സ്തോത്രം, സ്തോത്രം. വചനമാണ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നത്. ഹല്ലേലൂയ. വചനമാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. വചനം കേട്ടില്ലെങ്കിൽ, വചനം അറിഞ്ഞില്ലെങ്കിൽ, വചനം ഗ്രഹിച്ചില്ലെങ്കിൽ നമ്മൾ പാപത്തിന്റെ ദാസന്മാരാ. ഹല്ലേലൂയ. കേട്ട വചനത്തോളം നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇനി കേൾക്കുന്ന വചനത്തോളം നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ട കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ തക്കവണ്ണം വചനം കേൾക്കാൻ മനസ്സില്ലെങ്കിൽ, വചനം കേൾക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ, കിട്ടിയ അവസരം പാഴാക്കിയാൽ ഇനി സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ട കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയുമോ? നമ്മൾ വിചാരിക്കണം നമ്മളെല്ലാം സ്വാതന്ത്ര്യം പ്രാപിച്ചെന്നാ. ഞാനങ്ങനെ ചിന്തിച്ച സമയങ്ങളുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം പ്രാപിച്ചു, ക്രിസ്തു എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി, അതുകൊണ്ട് ഞാൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. സ്തോത്രം. പക്ഷെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത്, അറിയുന്ന വചനത്തിനൊത്തവൻ മാത്രമേ ഞാൻ സ്വതന്ത്രനാകത്തുള്ളൂ. അറിയുന്ന, ഗ്രഹിക്കുന്ന വചനത്തിനൊത്തവണ്ണം മാത്രമേ ഞാൻ സ്വതന്ത്രനാകത്തുള്ളൂ. ബാക്കി കാര്യത്തിൽ ഞാൻ ബന്ധനസ്ഥനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം വചനം കേൾക്കുന്നുവോ, ഗ്രഹിക്കുന്നുവോ, ഏറ്റെടുക്കുന്നുവോ, ധ്യാനമാക്കി മാറ്റുന്നുവോ, അത്രത്തോളം നമ്മൾ പാപത്തിന്റെ ദാസത്വത്തിൽ നിന്ന് സ്വതന്ത്രരാണ്. എത്രത്തോളം തിരുവെഴുത്ത് അറിയാതിരിക്കുന്നോ അത്രത്തോളം നമ്മൾ പാപത്തിന്റെ ദാസന്മാരാണ്. റോമലേഖനം 6-ാം അധ്യായം 16, 17, 18 വാക്യം അവരോട് ചേർത്ത് വായിക്കുമ്പോൾ അവൻ രൂപരേഖയോട് നമുക്ക് തെളിഞ്ഞു കിട്ടും. വായിക്കാം. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്. ഹല്ലേലൂയ. അപ്പോൾ കൂട്ടായ്മയിൽ എന്ത് പഠിപ്പിക്കണം? ഉപദേശം പഠിപ്പിക്കണം. ആരാധനാലയങ്ങൾ എന്ത് പഠിപ്പിക്കണം? ഉപദേശം പഠിപ്പിക്കണം. അപ്പൊ കൺവെൻഷനുകൾ എന്ത് പഠിപ്പിക്കണം? കൺവെൻഷനുകളിൽ ഉപദേശം പഠിപ്പിക്കണം, ഉണർവും വ്യാപരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൺവെൻഷനുകളിൽ ഉപദേശം വെളിപ്പെടണം, ഉണർവും വെളിപ്പെടണം. പക്ഷെ ഉപദേശം ഏറ്റെടുത്താലേ ഉണർവ് വെളിപ്പെടും. ഉപദേശം ഉൾക്കൊണ്ടാലേ ഉണർവ് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഉപദേശം, എന്തൊരു ഉപദേശം! നമ്മളെല്ലാം ഉപദേശത്തിലല്ലേ നിൽക്കുന്നത് എന്നുള്ള തോന്നലായാൽ അതോടെ തീർന്നു ആ മനുഷ്യൻ. ഹല്ലേലൂയ. നമ്മൾ അറിയുന്ന ഉപദേശത്തിലല്ലേ എത്തിയുള്ളൂ. ഇനി അറിയേണ്ട ഉപദേശത്തിൽ എത്തണ്ടേ? മറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ വെളിപ്പെടണ്ടേ? പ്രൈസ് ദി ലോർഡ്. മറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ വെളിപ്പെടുകൊണ്ടൊക്കെ നമുക്ക് പ്രാപ്തി വരണ്ടേ? ഹല്ലേലൂയ. ആലോചന മറച്ചു വയ്ക്കുന്ന ദൈവത്തിന്റെ മകത്തോ, അത് ആരായുന്നതോ രാജാക്കന്മാരുടെ മകത്തോ? അപ്പൊ ആരാഞ്ഞറിയേണ്ടത് നമ്മൾ? യേശുക്രിസ്തു നാമത്തിൽ നമ്മൾ രാജാക്കന്മാരാകേണ്ടവരല്ലേ? ഇന്ന് അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരല്ലേ? അപ്പൊ ദൈവത്തിന്റെ മകത്വവും മറച്ചു വയ്ക്കുക. രാജാക്കന്മാരായ നമ്മുടെ മകത്വം അത് ആരാഞ്ഞറിയുക.
അവൻ ആരാഞ്ഞറിയാൻ നമ്മൾ മനസ്സുവയ്ക്കണം. അതാണ് റോമലേഖനത്തിൽ അവിടെ ഉപദേശ രൂപത്തിൽ അവിടെ അറിവ് വ്യാപരിക്കാൻ വേണ്ടി അവിടെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹല്ലേലൂയ. അപ്പോൾ ഉപദേശത്തിന് എന്തുണ്ട്? ഒരു രൂപമുണ്ട്. രൂപം നമ്മൾ കേൾക്കുന്ന ഉപദേശത്തിന് വല്ല രൂപമുണ്ടോ? എന്താണ് രൂപം? അപ്പോൾ ഉപദേശത്തിനുള്ള രൂപം എന്ന് പറയുന്നത് ഉപദേശം ക്രിസ്തുവിൽ നമ്മെ നിലനിർത്തും. ഉപദേശം ലൗകികമല്ല, ഉപദേശം ഐഹികമല്ല, ഉപദേശം ആത്മീയ തലത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരിക്കും. ഇനി ആത്മീയ തലത്തിൽ ചിന്തിക്കാൻ നമുക്ക് കഴിവില്ലാതിരിക്കുകയും ഭൗതിക തലത്തിൽ ചിന്തിച്ച് നിൽക്കുകയും ചെയ്യുന്ന നമ്മെ അവിടുന്ന് മനസ്സ് തിരിച്ച് ആത്മീയ തലത്തിലേക്ക് ചിന്തിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള മാതൃകാ ജീവിതത്തെ ഉപദേശിച്ചു തരുന്നതാണ് ഉപദേശം. സ്തോത്രം. അപ്പൊ റോമലേഖനത്തിൽ കൂടി മറ്റു ലേഖനങ്ങളിൽ കൂടി ദൈവജനത്തെ ആ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു ആ ഉപദേശ രൂപങ്ങൾ. അപ്പോഴവിടെ പറയുന്നത് നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച്. ഹല്ലേലൂയ. ഓർക്കണമേ, എപ്പോഴാ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നത്? ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോൾ. ഉപദേശ രൂപത്തെ നമ്മൾ എത്ര ഉപദേശങ്ങൾ അനുസരിച്ചു, ഹൃദയപൂർവ്വം അനുസരിച്ചു, അത്രയും മാത്രമേ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളൂ. എത്രത്തോളം ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു അത്രയും മാത്രമേ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഭാഗം സ്വാതന്ത്ര്യമില്ല. നമ്മൾ അടിമയാ, പാപത്തിന്റെ ദാസന. ഇത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ദൈവഭക്തന്മാർ പ്രാർത്ഥിച്ചത്. തിരുവചനങ്ങളെ അവയെ പഠിക്കേണ്ടത് ബുദ്ധിയെ തുറന്നു തരണമെന്ന് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയോടുകൂടി തിരുവചനങ്ങൾ വായിച്ചാൽ അത് തിരിച്ചറിയേണ്ട ബുദ്ധി ദൈവ സ്പോട്ടിൽ തുറന്നു തരും. നാം വായിക്കുന്ന വചനത്തിൽ കൂടി ബുദ്ധി തുറക്കപ്പെടുവാനൊക്കെ ആത്മാവിനെ ഇടപെടൽ വ്യാപരിക്കും. അതാണ് കൊർന്നല്യോസ് എന്ന് പറയുന്ന ഭക്തന്റെ വീട്ടില് പത്രോസ് അപ്പോസ്തലൻ ആരാധന ക്രമീകരിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ ആ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വ്യാപരിച്ചു. 10-ാം അധ്യായം 44-ാമത്തെ വാക്യം ചേർത്ത് വായിക്കുമ്പോൾ ഈ വാക്കുകളെ കർത്താവിന് ശിഷ്യൻ പ്രസ്താവിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടവരുടെ മേലല്ല പരിശുദ്ധാത്മാവ് വന്നത്, വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ ആരാധനാലയങ്ങളിൽ വചനത്തെ കേൾപ്പിക്കണം. അരമണിക്കൂറിലല്ല, 1 മണിക്കൂറിലല്ല, എത്രത്തോളം സമയം വേർതിരിച്ച് വചനം കേൾപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം വചനം കേൾപ്പിക്കണം. അവർ കേട്ടാലും കേൾക്കാതിരുന്നാലും വചനം കേൾപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേട്ടവരുടെ മേൽ എന്ത് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കാൻ ഒരു തിരിച്ചറിവുണ്ടാവണം. തിരിച്ചറിവില്ലാതെ വചനം കേട്ടാൽ പരിശുദ്ധാത്മാവ് വരുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് വരുന്നതിന് ഉപരി ദുഃഖിച്ച് മാറിക്കളയും, ദുഃഖിച്ച് മാറിപ്പോകും. അതുകൊണ്ട് എഫെസ്യരിൽ പറയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ടല്ലോ നമ്മളെ വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നത്. ആ മുദ്ര പൊട്ടിപ്പോകും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ആ മുദ്ര പൊട്ടും. ആ മുദ്ര പൊട്ടിയാൽ പിന്നെ ആര് വരും മുദ്രയിടാൻ? ഈ ലോകത്തിലെ പ്രഭു വരും, നമ്മെ മുദ്രയിട്ട് ബന്ധിച്ചു വയ്ക്കും. പിന്നെ വചനം കേൾക്കാൻ മനസ്സില്ല, വചനം വായിക്കാൻ മനസ്സില്ല, വചനം ചിന്തിക്കാൻ മനസ്സില്ല, വചനം കൊണ്ട് പറഞ്ഞു കൊടുത്താൽ ഗ്രഹിക്കാൻ മനസ്സില്ല, അത് കേൾക്കേണ്ട മനസ്സില്ല. തിരിച്ച് എന്തുണ്ടാവും? വചനം പറഞ്ഞു കൊടുത്താൽ അതിനൊരു കോപം ഉണ്ടാവും. അതൊക്കെ ശുശ്രൂഷകന്മാർ അനുഭവിക്കുന്ന കാര്യമാണ്. ശുശ്രൂഷകന്മാർ തമ്മിൽ വചനം പറഞ്ഞ ഇത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ശുശ്രൂഷകന്മാർ തമ്മിൽ വചനങ്ങളൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ പ്രയാസം ഉണ്ടാകും. സ്തോത്രം. പ്രയാസമുണ്ടായാൽ ആ വ്യക്തിയിൽ നിന്ന് പരിശുദ്ധാത്മ ദുഃഖിച്ചു മാറും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശേഷിക്കുന്ന തലമുറകളെല്ലാം പ്രത്യേക ഒരു തലമുറ ശുശ്രൂഷകരായി മാറുന്നത്. ശുശ്രൂഷകരുടെ ഇടയിൽ വലിയൊരു അങ്കലാപ്പ് ചിന്തയപ്പോൾ
എന്തുകൊണ്ട് പുതിയ നിയമസഭയിൽ ഈ കാലഘട്ടം വന്നപ്പോൾ ഇങ്ങനെയുള്ള മറ്റ് യുവതലമുറയിൽ ശുശ്രൂഷകൾക്ക് വലിയ വ്യത്യാസങ്ങൾ വന്നു? ദൈവവചന പ്രകാരം അല്ലാത്ത വ്യത്യാസങ്ങൾ എവിടുന്ന് വന്നു? ചിന്തിച്ചാൽ ഒരു അന്തമില്ല, ചിന്തിച്ചവർക്ക് മനസ്സിലാകുകയില്ല. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാലേ മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്.